മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫേസാണ്, നമ്മുടെ ഫേസ് ഈസ് ദി മിറർ ഓഫ് യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും നമ്മുടെ മുഖത്ത് നോക്കി അറിയാം. ഈ എന്തെങ്കിലും നേട്ടം കൊയ്തിട്ടുള്ളവരെ കണ്ടാൽ നമുക്ക് പ്രത്യേകം അറിയാം. അവർ നമ്മളെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ വരുമ്പം നമ്മളോടൊന്ന് പറയും, എങ്കിളെ അല്ലെങ്കിൽ ബ്രദറെ എനിക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി, അല്ലെങ്കിൽ എൻ്റെ വിവാഹമൊക്കെ സെറ്റായി, അല്ലെങ്കിൽ ഞാൻ എക്സാമിൽ പാസ്സായെന്ന് അവർ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ മുഖത്ത് കാണുമ്പോൾ അറിയാം എന്തോ ഇവർക്ക് സന്തോഷമായിട്ട് എന്തോ കാര്യങ്ങൾ പറയാനുണ്ട്. കല്യാണം കഴിച്ച് കുറച്ച് നാളും അവരുടെ മുഖത്ത് നോക്കി അറിയാം ആദ്യമൊക്കെ വളരെ സന്തോഷമായിരിക്കും, പിന്നീടാണ് ഓരോ പ്രതിസന്ധികളൊക്കെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ആളിനെ കാണുമ്പോഴറിയാം എന്തോ ഇവരുടെ ഹൃദയത്തിൽ എന്തോ സന്തോഷമുണ്ട്. ചിലരെ കാണുമ്പോൾ എന്തോ നഷ്ടപ്പെട്ടവരെ പോലെ അവർ മുഖപ്പെടിയിരിക്കുന്നത്. മുഖത്ത് നോക്കിയാൽ ഒരു പ്രത്യാശയൊന്നും ഇല്ല. പഴയ ആളുകളൊക്കെ പറയും, നമ്മൾ എൻ്റെ മാതാവിനോട് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുമ്പോൾ ചോദിക്കും, എന്തുവാടാ നിൻ്റെ കപ്പൽ മുങ്ങിപ്പോയോ എന്ന് ചോദിക്കും. അതായത് വ്യാപാരത്തിനൊക്കെ എല്ലാ നിക്ഷേപവും ഇൻവെസ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് കയറ്റി അയക്കാനായിട്ട് വരുമ്പോൾ കപ്പൽ മുങ്ങിപ്പോകുമ്പോൾ അവർക്കൊരു വിഷമമുണ്ടല്ലോ, അതുപോലെ മുഖത്ത് വിഷമമുള്ളവരുണ്ട്. അവരോട് എന്തുകൊണ്ട് ബ്രദറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, ഈ വവൽസാണ് കൂടുതൽ അവർ ഉപയോഗിക്കുന്നത്. ശരിയായ ആൻസർ പറയാൻ അവരുടെ ഹൃദയത്തിലൊരു സന്തോഷമില്ല. ഇത് നമ്മൾ ഇന്നിവിടെ പാടിയ പാട്ട് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരവും അനുഗ്രഹിക്കപ്പെട്ടതും എപ്പോഴും സന്തോഷിപ്പാൻ കാരണമുള്ളതുമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവം വീണ്ടെടുത്ത് നിത്യജീവൻ്റെ അവകാശികളാക്കി നമ്മളെ തീർത്തുവെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിയ ആ ഒരു എക്സ്പ്രഷനിലൂടെ അത് ലോകത്തിന് മനസ്സിലാക്കണം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, പലരെയും മുഖത്ത് നോക്കിയാൽ അങ്ങനെയുള്ള ഒരു പ്രത്യാശയൊന്നുമില്ല. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സഹോദരൻ കാണാനായിട്ട് ചിലർ വന്നപ്പം ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജിലാണ്, ശിഷ്യന്മാർ പറഞ്ഞു ഇന്ന് സാറിനെ കാണാൻ പോകല്ലേ എന്ന് പറഞ്ഞു. അത് എന്തോ പറ്റി? ഇന്ന് അദ്ദേഹം ഫാസ്റ്റ് ചെയ്യുന്ന ദിവസമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ദേഷ്യമുള്ള ദിവസമാണ്, അദ്ദേഹം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓർക്കുക, നമ്മുടെ ആത്മീയ ജീവിതവും ക്രിസ്തീയ ജീവിതവും ആരാധനയ്ക്ക് വരുന്നതും ദൈവവചനം കേൾക്കുന്നതൊക്കെ കൊണ്ട് ലോകത്തിൽ മറ്റുള്ളവരെ ഒന്ന് ഇമ്പാക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ബ്രദറെ എന്താ, സിസ്റ്റർ എന്താ നിങ്ങളുടെ സന്തോഷം എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മളെ കണ്ടുകൊണ്ട് ഇവർ സേവിക്കുന്ന ദൈവത്തെ സേവിക്കാതിരിക്കുന്ന ഭേദമെന്ന് അവർ തോന്നുന്നുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ്റെ ചില വാക്കുകൾ, അത് മറ്റാരുമല്ല, ജീവിതത്തിൻ്റെ മിക്കവാറും സമയങ്ങളിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി എന്ന് നമ്മൾ വിളിക്കുന്ന ദാവീദിൻ്റെ ചില വാക്കുകൾ സങ്കീർത്തനം 16 നിന്ന് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. സാംസ് 16 അതിൻ്റെ 8ാമത്തെ വാക്യം ഇതാണ് വായിക്കുന്നത്: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. 9ാമത്തെ വാക്യം കൂടെ: അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഒരുപാട് നമ്മളെക്കാളൊക്കെ ഒത്തിരി ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, പ്രതിസന്ധികളിലൂടെ അതിൻ്റെ തീച്ചുളയിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. അതിനുള്ള കാര്യം എന്താ? അനുമതി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും യഹോവയെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്നാണ് അവിടെ വായിക്കുന്നത്. ഐ ഹാവ് സെറ്റ് ദ ലോർഡ് ഓൾവേസ് ബിഫോർ മീ. ആ വേർഡൊന്ന് ശ്രദ്ധിക്കുക, സെറ്റ്. എന്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലൊക്കെ ഈ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള എമർജൻസി കോളോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെന്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്? അത് നമുക്കൊന്ന് വിചിന്തനം ചെയ്യുന്നത് നമുക്ക് നിശ്ചയമായിട്ട് നല്ലതായിരിക്കും. നമ്മുടെ കുട്ടികളാണോ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വിഷയങ്ങളാണോ, നിങ്ങളുടെ ജോലിയാണോ, സാമ്പത്തികമായ കാര്യങ്ങളാണോ, ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, എന്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നമ്മൾ
എന്നുള്ളത് ചോദിക്കുക, നിങ്ങളെന്തോ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പറയാം എന്തോ വേറെ ഒന്നുമല്ലാതെ ഒരു സ്മാർട്ട് ഫോണാണ് അല്ലേ. അതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ഞാൻ എപ്പോഴും എൻ്റെ സ്മാർട്ട് ഫോൺ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അതെൻ്റെ വലതുഭാഗത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ ഒന്നിനും ഒരു സമയവും ഇല്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം ദുഃഖിച്ച് എൻ്റെ മനസ്സ് പലപ്പോഴും വേദനിക്കുന്നു, എൻ്റെ ജഡത്തിനും ഒരു സുഖവുമില്ല എന്ന് പറയാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിക്കുക, ദൈവത്തെ കൂടാതെ മറ്റെന്തിനെ നമ്മുടെ പ്രയോറിറ്റിയായി നമ്മൾ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല. ലഭിക്കുന്നതൊക്കെ വളരെ ടെമ്പറലായിട്ടുള്ള ഹാപ്പിനെസ് ആയിരിക്കും. ദൈവത്തെ മറ്റൊന്നിനും റീപ്ലേസ് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമാണ് ഈ മനുഷ്യർ ഈ ഓവർ യൂസേജ് ഓഫ് സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരെ കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ അത് നിർബന്ധിക്കുകയാണ്. നമ്മൾ കാണുന്ന പടങ്ങൾ, ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അവരുടെ ഒരു ഇമ്പ്രഷന് വേണ്ടി മറ്റുള്ളവരൊന്നും ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഇടുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളൊന്നും ആകണമെന്നില്ല അവരിടുന്ന പടങ്ങളും അവരിടുന്ന വാക്കുകളൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളതായി തീരണമെന്നില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചില ബിസിനസ്സുകളൊക്കെ വളരെ നഷ്ടത്തിലൂടെ പഴയ കാലത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാട്ടുകാരെ അത് അറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. നഷ്ടത്തിലാണ്, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല, കയ്യിൽ കാശില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നറിയോ, അവരെ ഒരു ഇമ്പ്രഷൻ വരുത്താൻ നോക്കും. കർട്ടനൊക്കെ ഒന്ന് മാറ്റും, അകത്തെ പെയിൻ്റെല്ലാം ഒന്ന് അടിച്ച് മാറ്റും, ആകപ്പാടൊരു ഭംഗിയൊക്കെ നല്ലൊരു കാർപ്പറ്റൊക്കെ ഇടും. ഇന്നത്തെ കാലത്താണെങ്കിൽ ചെയ്യുന്നത്, ബിസിനസ് മോശമാണ്, ഇമ്പ്രഷൻ വരുത്തണമെങ്കിൽ വലിയ വലിയ ഈവൻറ്റുകളൊക്കെ സ്പോൺസർ ചെയ്യുക, വലിയ കളിക്കാർക്കൊക്കെ അവരുടെ ടീഷർട്ടൊക്കെ കൊടുക്കുക, അവരുടെ എംബ്ലം ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇന്ന് പല ആളുകളും ഇതാണ് യാഥാർത്ഥ്യം. അവരുടെ ശരിയായ ജീവിതമല്ല അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്, മറ്റൊരു മുഖമാണ്. എന്നാൽ ഇത് കാണുന്ന പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യുന്ന വ്യക്തി ആലോചിക്കുന്നത്, ഇതേ എനിക്ക് മാത്രം എന്തുവാ ഇങ്ങനൊരു കഷ്ടം, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനൊരു പ്രശ്നം, മറ്റാർക്കും ഇല്ലല്ലോ, അവരൊക്കെ എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവരൊക്കെ എത്ര ആനന്ദകരമായിട്ട് ജീവിക്കുന്നു, ഞാൻ മാത്രം എന്താ ഇങ്ങനെ വിഷമത്തിലൂടെ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. പണ്ടൊരു വാഹനം ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾക്കൊരു മതിപ്പായിരുന്നു, എന്തോ ഒരു അനുഗ്രഹമുള്ളത്. ഇന്നിപ്പോൾ ഒരു കാറുണ്ടെങ്കിൽ കാറ് മേടിച്ചിട്ട് ഭാര്യയും ഭർത്താവോട് അതിൽ കയറി ഇരുന്നിട്ട് തീ കൊളുത്തി സൂയിസൈഡ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. കാറ് കത്തുകയാണ്, അതിനകത്ത് ആളുകൾ കയറിയിരിക്കുകയാണ്, കുറിപ്പ് എഴുതി വെച്ചിട്ട് അവർ ലോകത്തോട്. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്താണ്? തങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വിഷമങ്ങൾ, വേദനകൾ മറ്റാർക്കും ഇല്ലാത്ത വിഷമങ്ങളാണ് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളവരെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന തെറ്റിദ്ധാരണ നമ്മുടെ ജീവിതത്തിലുണ്ടാകുകയാണ്. എന്നാൽ ദാവീദിൻ്റെ ആ സംഘത്തിൽ വന്ന 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. യു ആർ മൈ അഡോണായ് യുവർ ലോഡ്. കർത്താവേ, നീ എൻ്റെ കർത്താവാകുന്നു. ഈ കർത്താവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വേർഡിൻ്റെ അർത്ഥം നമുക്കറിയാം. ഹീസ് ദ മാസ്റ്റർ, ഹീസ് ദ ലോഡ്. സകലവും നിയന്ത്രിക്കുന്നവനാണ് കർത്താവ്. ആ കർത്താവിൻ്റെ മക്കളായിട്ട് ആ കർത്തൃത്വത്തിന്, ആ ഭരണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലും അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞാണ് സംഭവിക്കുന്നുള്ളൊരു ബോധ്യം ആ കർത്താവാണ്. യേശുവേ, ദൈവമേ, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറയുന്നതിലൂടെ നമുക്ക് സാധിക്കുവാൻ കഴിയും. ഓർക്ക് ഇന്ന് ഈ കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം എന്ന് പറയും അല്ലേ, നമുക്ക് ഈ കസ്റ്റമൈസ്ഡ് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച്, നമ്മുടെ സൈസ് അനുസരിച്ച് ക്രമീകരിച്ച് തരുന്ന ടൈലറിംഗ് ഉണ്ട്, ഏത് കാര്യങ്ങളുണ്ട്, ഏത് എക്യുപ്മെൻറ്റ്സും കസ്റ്റമൈസ് ചെയ്ത് വ്യക്തിപരമായ ഉപയോഗത്തിന് അനുയോജ്യമായ രീതിയിൽ അതിനെ കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയും. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തരുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഓർക്കണം. ഒരു ഭയം ദൈവത്തിലായി കഴിഞ്ഞാൽ, ക്രിസ്തുവിലായി കഴിഞ്ഞാൽ, ദൈവവേദലായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ദൈവം തരുന്നത്. എൻ്റെ ജീവിതത്തിലുള്ള സാഹചര്യമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലുള്ള സാഹചര്യമല്ല മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ. ദൈവം എന്താണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഏത് തലത്തിലാണ് ദൈവം നമ്മളെ പണിയുവാൻ, നമ്മളെ ഒരുക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു, അതനുസരിച്ചുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുന്നത് നമ്മളിലേക്കല്ല നോക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ലല്ലോ,
അവരുടെ ആസാഫിൻ്റെ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ദൈവം എനിക്ക് മാത്രം എന്തോ ഈ വിഷമം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മൾ ഓർക്കുക, ദൈവം നമ്മൾ ഓരോരുത്തരും ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഒറ്റ സിലബസ്. പക്ഷേ നമുക്കങ്ങനല്ല. ഓരോ വ്യക്തിക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന, ദൈവം പ്ലാൻ ചെയ്തനുസരിച്ചുള്ള ഒരു ടൈലേർഡ് പ്രോഗ്രാമാണ് ദൈവത്തിൻ്റെ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദാവീദിനെ പോലെ നമുക്ക് പറയാൻ, കർത്താവേ നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല എന്ന് പറഞ്ഞാൽ. 16-ാം സംഘത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാവൂ. Psalms 16:5. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. ഈ ഒരു സത്യം നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കണം. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. ലോർഡ്, യു അലോൺ ആർ മൈ ഇൻഹെറിറ്റൻസ്, മൈ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. എൻ്റെ അനുഗ്രഹത്തിൻ്റെ, എൻ്റെ അവകാശത്തിൻ്റെ എല്ലാം പങ്ക് എൻ്റെ ദൈവത്തിനാണ്. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. യു ഗാഡ് ഓൾ ദാറ്റ് ഈസ് മൈൻ. എനിക്കുള്ളതെല്ലാം, എൻ്റെ ജീവിതത്തെ, എൻ്റെ തലമുറകളെ, എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ ജോലിയെ, എൻ്റെ ഭാവി ജീവിതത്തെ എല്ലാം പരിപാലിക്കുന്ന ഒരു ദൈവിക പദ്ധതി കർത്താവിനുണ്ടെന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പലപ്പോഴും നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ കമ്പയർ ചെയ്യുക മറ്റുള്ളവരായിട്ട്. നമ്മളിലേക്ക് നോക്കുക. ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന ഒരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ്. എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് ദൈവസന്നിധിയിൽ നിത്യതയിൽ കാണുക എന്നുള്ള പദ്ധതിയോടെ എൻ്റെ വിശുദ്ധീകരണത്തിനായി, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി എന്നെ ഉപയോഗിക്കേണ്ടതിനായിട്ട് കർത്താവ് അനുവദിച്ചിരിക്കുന്ന ഒരു ജീവിത പാന്താവിലാണ്, യാത്രയിലാണ് ഞാൻ എന്നുള്ള ആ സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായി മുൻപോട്ട് പോകാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാം ഒന്നും കർത്താവ് തരാറില്ല. അതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. നമ്മുടെ വഴിയും നമ്മുടെ വിചാരങ്ങളും അനുസരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിലും ദൈവം തൻ്റെ ആ വലിയ ജ്ഞാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പാതകളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. നമ്മുടെ പ്ലാനും ഷെഡ്യൂളും പ്രോഗ്രാമും അനുസരിച്ചല്ല അത് സംഭവിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് തന്നെ പ്രാർത്ഥിക്കും, ദൈവമേ ഈ പാനപാത്രം എങ്കിൽ നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ കഴിയണം. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയും. അതാണ് നമ്മൾ ആ സംഘത്തിന് ആദ്യം കുറിവാക്യമായിട്ട് വായിച്ചത്. നമ്മളുടെ എന്താണ് ഈ റിസൾട്ട്? എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഇത്രയുള്ള എൻ്റെ കാര്യം. എൻ്റെ കൺക്ലൂഡിങ് വേഴ്സിൽ ദാവീദ് പറയുന്നുണ്ട്, 11-ാം വാക്യം, വേഴ്സ് 11 എന്ന് വായിക്കാമോ? ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് എന്നും സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എല്ലാ ഞായറാഴ്ചയും സന്തോഷവും പ്രമോദവും ഉണ്ടെന്നല്ല. അതാണ് നമുക്ക് നല്ല തെറ്റിദ്ധാരണ. മൺഡേ മുതൽ സൺഡേ വരെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ള സന്തോഷവും പ്രമോദവും അനുഭവിക്കുവാന്നൊക്കെ ഉണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു എക്സ്പ്രഷനായിരിക്കണം. നഷ്ടപ്പെട്ടവരുടെ മുഖഭാവത്തോടെ അല്ല, നേടിയവരുടെ മനോഭാവത്തോടെ ഈ ലോകത്തിൽ ജയാളികളായി ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള സീക്രട്ട് 4 കാര്യങ്ങളേ ഉള്ളൂ ഈ സംഘത്തിൽ നമ്മൾ വായിച്ചത്. ഒന്നാമത്തെ കാര്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. മറ്റേ എന്തിനെ നമ്മൾ വലത്തുഭാഗത്ത് വെച്ചോ പ്രയോറിറ്റി ആയിട്ട് കാണുന്നോ, വി വിൽ ബി ഷേക്കൻ വൺ ഡേ. നമ്മൾ കുലുങ്ങിപ്പോകും, നമ്മൾ ഡിപ്രസ്ഡ് ആകും, മറ്റുള്ളവരുടെ മുൻപാകെ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ മുഖത്ത് നോക്കുന്നവർക്ക് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ഓർക്കുക, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോയി. രണ്ടാമത് കാണുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു. ആ ഒരൊറ്റ വേർഡിലാണ് നമ്മൾ സറണ്ടർ. കർത്താവേ നീ എൻ്റെ യു ആർ മൈ ലോഡ്, യു ആർ മൈ അഡോണായി. കർത്താവേ നീയാണ് എൻ്റെ കർത്താവ്, ഞാനത് അംഗീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിൻ്റെ പദ്ധതി പ്രകാരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്നെ അതിനായി കീഴ്പ്പെടുത്തുന്നു. ഐ സറണ്ടർ മൈ ലൈഫ്. ദാറ്റ് ഈസ് എ സീക്രട്ട്. മൂന്നാമത്തെ കാര്യം, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. എൻ്റെ കാര്യങ്ങൾ,
എൻ്റെ ബ്ലെസ്സിങ്സ്, എൻ്റെ ജീവിതം, എൻ്റെ തലമുറകളുടെ ജീവിതം, ഇതെല്ലാം നിശ്ചയിക്കുന്ന സർവാധികാരിയായ ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതുകൊണ്ട് നമുക്ക് അനാവശ്യമായി വറീഡാകേണ്ട കാര്യമില്ല, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, ആരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താൻ സാധിക്കും. നാലാമത് നീ എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നു. യു വിൽ ഗാർഡ് മൈ ഇൻഹെറിറ്റൻസ്. എൻ്റെ ഓഹരിയെ, എൻ്റെ അവകാശത്തെ, എൻ്റെ നന്മകളെ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ ഇതെല്ലാം പരിപാലിക്കുവാൻ വിശ്വസ്തനായ ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേടിയവരെ പോലെ, നഷ്ടപ്പെടുത്തിയവരെ പോലെ അല്ല, മറ്റുള്ളവർ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, ഈ കൃപയുടെ സന്തോഷം അനുഭവിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കുറേയൊക്കെ അവർക്ക് ജഡ്ജ് ചെയ്യുവാൻ സാധിക്കും. ഈ വ്യക്തി നേടിയ കൂട്ടത്തിലാണോ നഷ്ടപ്പെട്ട കൂട്ടത്തിലാണോ? ദൈവമക്കളെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക, ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.